MSN ഫുട്ബോൾ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ബാഴ്സലോണയുടെ യുവതാരമായിട്ടുള്ള ലാമിൻ യമാൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി ഈ സീസണിൽ മിന്നും പ്രകടനമാണ് കളി കാഴ്ചവെച്ചിട്ടുള്ളത്. നമുക്കറിയാം ലാമിൻ യമാൽ ബാഴ്സയ്ക്ക് വേണ്ടി ഈ സീസണിൽ 55 കളി കളിച്ചിട്ടുണ്ട്. അതിൽ നിന്നും 18 ഗോളും 21 അസിസ്റ്റും താരം നേടിയിട്ടുണ്ട്. മൊത്തം ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ 39 ആണ്. അതുകൊണ്ട് തന്നെ ബാഴ്സലോണ മാനേജ്മെന്റിന് ഈ താരത്തെ നിലനിർത്താൻ ഇപ്പോൾ ആഗ്രഹമുണ്ട്. അതിനായുള്ള ചർച്ചകളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത് എന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള മാർക്കസ് മെർക്കുലവ നേരത്തെ ചില റിപ്പോർട്ട് വിട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഫെബ്രിസിയോ റൊമാനോ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ലാമിൻ യമാൽ അദ്ദേഹത്തിന്റെ ഏജന്റായ ജോർജ് മെൻഡസ് ബാഴ്സലോണ ബോർഡ് അംഗങ്ങളെ ഇന്ന് കാണും. അതായത് പുതിയ കരാറിനുള്ള എല്ലാ രേഖകളും ഔപചാരികമായി തന്നെ ഇന്ന് ഒപ്പിടുന്നതിനായാണ് ഇന്ന് ഈ യോഗം നടക്കുക. നമുക്കറിയാം 2021-22 സീസണിലായിരുന്നു ലാമിൻ യമാൽ ബാഴ്സലോണയിലേക്ക് വന്നിട്ടുള്ളത്. അതിന് 2031 വരെ നീട്ടുന്നതായുള്ള ചർച്ചകളാണ് ഇന്ന് ആരംഭിക്കുന്നത് എന്ന് ഫെബ്രിസിയോ റൊമാനോ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. കരാർ സംബന്ധിച്ച് എല്ലാ ചർച്ചകളും അതായത് ഇന്നലെ തന്നെ പൂർത്തിയായി ഇന്ന് റിപ്പോർട്ട് വന്നിരുന്നു. ഇന്ന് അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടക്കും എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ബാഴ്സലോണയുടെയും ലാമിൻ യമാലിന്റെയും ഭാവിയിലേക്ക് വലിയൊരു നീക്കമായാണ് ഇത് വിലയിരുത്തുന്നത്. നമുക്കറിയാം ബാഴ്സലോണയ്ക്ക് വേണ്ടി മിന്നും പ്രകടനമാണ് ലാമിൻ യമാൽ കളി കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാമിൻ യമാലിന്റെ കരാർ 2031 വരെ നീട്ടാനാണ് ഇപ്പോൾ ബാഴ്സലോണ മാനേജ്മെന്റ് പദ്ധതിയിടുന്നത്. 6 വർഷത്തേക്കാണ് കോൺട്രാക്ട്, 2031 വരെ. അത് ഒരു വലിയ ഒരു കോൺട്രാക്ട് തന്നെയായിരിക്കും. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.